രാവിലെ തന്നെ എംപിമാരുടെ ഒരു നീണ്ട നിര ഇതുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയങ്ങൾ ലോക്സഭയിലും രാജ്യസഭയിലും നൽകിയിരുന്നു. വിഷയം അടിയന്തരമായി ചർച്ച ചെയ്യണമെന്ന ആവശ്യമാണ് എംപിമാർ ഉന്നയിക്കുകയും ചെയ്ത് ശക്തമായ പ്രതിഷേധം പാർലമെന്റ് കവാടത്തിലും പാർലമെന്റ് പുറത്തും നടത്തിയതിന് പിന്നാലെയാണ് എംപിമാർ എന്താണെങ്കിലും ലോക്സഭയിലേക്കും രാജ്യസഭയിലേക്കും നടുത്തളത്തിലേക്ക് പ്രതിഷേധവുമായി എത്തിയത്. ആ പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. എന്താണെങ്കിൽ ശക്തമായ പ്രതിഷേധം ഇന്ന് പാർലമെന്റിൽ ഈ വിഷയം ഉയർത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ ഉയർത്താൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞു എന്ന യാഥാർത്ഥ്യമാണ്. ശക്തമായി തന്നെ ഈ വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിപ്പിക്കാൻ കഴിഞ്ഞു എന്നും കൃത്യമായി തന്നെ നമുക്ക് പ്രതിഷേധം നോക്കുമ്പോൾ മനസ്സിലാകും. എന്താണെങ്കിലും ശക്തമായ പ്രതിഷേധത്തിനാണ് ഇന്നിപ്പോൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾക്കെതിരെ രാജ്യത്ത് നടക്കുന്ന അതിക്രമങ്ങളെല്ലാം ചോദ്യം ചെയ്തുകൊണ്ട് ഛത്തീസ്ഗഡിലെ ഈ സാഹചര്യം ഉയർത്തിക്കൊണ്ട് ഇതിനു മുൻപും സമാനമായി തന്നെ പല ഘട്ടങ്ങളിലും മധ്യപ്രദേശിലും ഒഡീഷയിലുമൊക്കെ ഇത്തരത്തിൽ ന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തിന് എതിരെ ഉയരുന്ന പ്രതിഷേധങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധം പാർലമെന്റ് സഭകൾ നിർത്തിവച്ചിരിക്കുന്നു. സുനിൽ, ഇപ്പോൾ പാർലമെന്റ് സമ്മേളിച്ച് ഉടൻ നിർത്തിവെക്കേണ്ട സാഹചര്യത്തിലേക്ക് വന്നിരിക്കുകയാണ്. വലിയ പ്രതിപക്ഷ പ്രതിഷേധമാണ് ഉയർന്നത് അല്ലേ? സ്മൃതി, പാർലമെന്റിന്റെ ഇരു സഭകളിലും വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. രാജ്യസഭയിൽ പ്രതിപക്ഷം നൽകിയ നോട്ടീസുകളെല്ലാം തന്നെ രാജ്യസഭാ ഉപാധ്യക്ഷൻ തള്ളി. ലോക്സഭയിലാണെങ്കിൽ സഭയുടെ നടുത്തളത്തിലേക്ക് പ്രതിപക്ഷാംഗങ്ങൾ ഒറ്റക്കെട്ടായി ഇറങ്ങി. സഭയുടെ അന്തസ് കളങ്കപ്പെടുത്താനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത് എന്ന് സ്പീക്കർ ഓം ബിർള ചൂണ്ടിക്കാണിച്ചു. സഭാ ചട്ടങ്ങൾ ആകെ തകിടം മറിക്കുകയാണ് പ്രതിപക്ഷാംഗങ്ങൾ എന്നും സ്പീക്കർ ഓം ബിർള ചൂണ്ടിക്കാണിച്ചു. ഈ നിലയിൽ മുന്നോട്ട് പോകാനാകില്ല, ഇത് ഗുരുതരമായ സാഹചര്യമാണ്, ഇതൊരിക്കലും അംഗീകരിക്കില്ല എന്നാണ് സ്പീക്കർ വ്യക്തമാക്കിയത്. ഏതായാലും പ്രതിഷേധത്തിൽ നിന്ന് പ്രതിപക്ഷാംഗങ്ങൾ പിന്നോട്ട് പോയില്ല. പ്രതിഷേധം